രക്തസാക്ഷി ഫണ്ടിൽ പോലും കൈയിട്ട് വരുന്ന കള്ളന്മാരെയും ആ കള്ളത്തരം കണ്ട മിണ്ടാതെ ഓച്ചാനിച്ചു നിൽക്കുന്ന അടിമകളെയും ഇങ്ങോട്ട് അടുപ്പിക്കില്ല. പാർട്ടി ഗ്രാമത്തിൽ നിന്നും ഉയരുന്ന ഈ ശബ്ദം CPM-ന്റെ നെഞ്ചിലേക്ക് തീയായിട്ടെത്തുകയാണ്. ചുവപ്പ് കൊണ്ടെഴുതിയ പാർട്ടി ഗ്രാമങ്ങൾ ഇന്ന് ഇടത് കൈവിടുകയാണ്. അടിവേരിളകി എന്ന് പറയുന്നതായിരിക്കും ശരി. പയ്യന്നൂരിലെ കാരയിൽ നിന്നും ഉയരുന്ന ഈ ഫ്ലെക്സ് ബോർഡുകൾ ഒരു സൂചനയാണ്, അന്ത്യത്തിലേക്ക് എന്നതിന്റെ സൂചന. പണ്ട് ബംഗാളിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അടിവേരിളകി തുടങ്ങിയ അവസാനം ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലേക്ക് അവർ എത്തുകയായിരുന്നു. കള്ളന്മാരെ അടുപ്പിക്കില്ല എന്ന വാക്കിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, രക്തസാക്ഷി ഫണ്ടിൽ കള്ളത്തരം നടത്തി എന്നതിനപ്പുറം സ്വർണം കട്ട കള്ളന്മാരെന്ന ധ്വനി കൂടി ആ വാക്കിൽ മറിഞ്ഞു കിടപ്പുണ്ട്. കണ്ണൂർ പയ്യന്നൂരിലെ കാരയിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ CPIM പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണന് പരോക്ഷ പിന്തുണയുമായി പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ കാരയിലെ സഖാക്കൾ എന്ന പേരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയിൽ അവരുടെ സഖാക്കൾ അവരെ തന്നെ തിരിഞ്ഞു കൊത്തി തുടങ്ങിയിരിക്കുന്നു. കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനം വിലക്കിയ ആ ബോർഡ് വെറും വാചകമല്ല. CPM-ന്റെ കപട മുഖത്തിന് നേരെ സാധാരണ സഖാക്കൾ വലിച്ചെറിഞ്ഞ ആസിഡ് ബൾബുകളാണവ. സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലികഴിപ്പിച്ച ധനരാജിന്റെ കുടുംബത്തിന് കിട്ടേണ്ട പണം മുക്കിയ MLA-യും സംഘവും അതിനെ ചോദ്യം ചെയ്തവനെ പുറത്താക്കുന്ന പാർട്ടിയും എങ്ങോട്ടാണ് കേരളത്തെ നിങ്ങൾ നയിക്കുന്നത് എന്ന വലിയ ചോദ്യം മനസ്സിലെത്തിയിരിക്കുന്നു. ഇത്രയും കാലം പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ വോട്ട് കൊടുക്കുമായിരുന്നു. ഇനി അവരൊന്ന് ഇരുത്തി ചിന്തിക്കും, ഞങ്ങളെ പിഴിയുന്നവരെ കാക്കണോ വേണ്ടയോ എന്ന്. CV ധനരാജ് എന്ന രക്തസാക്ഷിക്ക് വേണ്ടി 1 കോടി രൂപ പിരിച്ചിട്ട് അതിൽ 46 ലക്ഷം മുക്കിയത് ആരാണ്? TM മധുസൂദനൻ എന്ന MLA-യുടെയും സംഘത്തിന്റെയും പോക്കറ്റിലേക്കാണോ ഈ പണം ഒഴുകിയത്? കണക്ക് സഹിതം V കുഞ്ഞികൃഷ്ണൻ ഇത് കാട്ടിക്കൊടുത്തിട്ടും എന്തുകൊണ്ട് നേതൃത്വം ഇതുവരെ നടപടി എടുത്തിട്ടില്ല? ഈ ചോദ്യങ്ങളാണ് സഖാക്കളെ ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. കാരയിലെ സഖാക്കൾ എന്ന പേരിലുള്ള സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും V കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ധനരാജ് ഫണ്ട് മാത്രമല്ല, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട്, കണക്കിൽ കാണിച്ച വീട് നിർമ്മാണ തുകയേക്കാൾ ലക്ഷങ്ങൾ കൂടുതൽ അടിച്ചു മാറ്റുകയും ഇതൊരു പയ്യന്നൂരിൽ മാത്രം നടക്കുന്ന ഒന്നാണോ അതോ മുഴുവനും ഇങ്ങനെ തന്നെയാണോ നടക്കുന്നത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയരുകയാണ്. കണക്ക് ചോദിച്ചവനെ പടിയടച്ച പിണ്ടം വെക്കുന്നതാണ് ഇപ്പോഴത്തെ പാർട്ടി രീതി. V കുഞ്ഞികൃഷ്ണൻ അഴിമതി പുറത്തു കൊണ്ടുവന്നപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവർ എന്ന് വിളിച്ച് പുറത്താക്കുകയായിരുന്നു. MLA-യുടെ സ്വീകാര്യത തകർക്കാൻ നോക്കി എന്നാണല്ലോ KK രാഗേഷ് പറയുന്നത്. കട്ടവടം തിരിച്ചു കൊടുക്കാൻ പറയാൻ നട്ടലില്ലാത്തവർക്ക് എങ്ങനെയാണ് കുഞ്ഞികൃഷ്ണനെ വിമർശിക്കാൻ കഴിയുന്നത് എന്നും സഖാക്കൾ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഇടതുകോട്ടയെന്ന് അഹങ്കരിക്കുന്ന കണ്ണൂരിൽ ഇന്ന് മാറ്റത്തിന്റെ കാറ്റല്ല, കൊടുങ്കാറ്റാണ് വീശുന്നത്. കാരയിലെ സഖാക്കൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. പാർട്ടിക്ക് മുകളിൽ സത്യത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം അവിടെയുണ്ട് എന്ന സത്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കവേ ഈ അഴിമതി കഥകൾ CPM-നെ ഭസ്മമാക്കിയിരിക്കും. കള്ളന്മാരെ സംരക്ഷിക്കുന്ന നേതൃത്വവും അതിന് കുടപിടിക്കുന്ന അടിമകളും പയ്യന്നൂരിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് അണികൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. കൊല്ലപ്പെട്ട ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടി പിരിച്ച ഫണ്ടിൽ തിരിമറി നടന്നുവെന്നും 1 കോടി പിരിച്ചതിൽ 46 ലക്ഷം രൂപ പയ്യന്നൂർ MLA TM മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തട്ടിയെടുത്തു എന്നുമായിരുന്നു മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ V കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. പാർട്ടിക്ക് തെളിവ് നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്നും V കുഞ്ഞികൃഷ്ണൻ പുറത്തു പറഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കവേ കണ്ണൂരിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ഈ ആരോപണം. പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും പണം തട്ടിയെന്നും കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തിൽ ഉണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തെ വിവരം അറിയിച്ചുവെങ്കിലും ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല എന്നും കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. യഥാർത്ഥ വരവ് കണക്ക് പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടില്ല. 2 വീട് നിർമ്മാണത്തിന് ചെലവായ സംഖ്യയല്ല, അതിനേക്കാളും ഉപരി ചെലവഴിച്ചു എന്ന കണക്ക് അവതരിപ്പിച്ചു എന്നും V കുഞ്ഞികൃഷ്ണൻ തന്റെ ആരോപണത്തിൽ വ്യക്തമാക്കിയതാണ്. വിഷയം വിവാദമായതോടെ കുഞ്ഞികൃഷ്ണനെ CPM പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിക്കൂടാ എന്ന അവസ്ഥയിലാണ് V കുഞ്ഞികൃഷ്ണൻ പെരുമാറുന്നത് എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത്. TM മധുസൂദനൻ MLA കുഞ്ഞികൃഷ്ണൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നും MLA-യുടെ
പാർട്ടിയുടെ സ്വീകാര്യത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും കെ രാഗേഷും പറഞ്ഞിരുന്നു. എന്നാൽ വിഷയം പാർട്ടിക്കുള്ളിൽ വലിയ കോളിളക്കം തീർക്കുകയായിരുന്നു. കുഞ്ഞികൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചും ഒരു വിഭാഗം പ്രതികൂലിച്ചും രംഗത്ത് വരികയായിരുന്നു. കൂടാതെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന് വലിയ സ്വീകരണം ലഭിച്ചിരുന്നു. ഇത് തന്നെ CPM-ന് നെഞ്ചിൽ കനലായി കിടക്കുമ്പോഴാണ് പോസ്റ്റർ വരുന്നത്. എന്തായാലും ആദർശമുള്ള സഖാക്കൾ തോൽക്കുന്നിടത്ത് അഴിമതിക്കാർ വാഴുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പയ്യന്നൂരിലെ ഈ തർക്കം CPM-ന്റെ തകർച്ചയുടെ തുടക്കമായിട്ട് നമുക്ക് വിലയിരുത്താം.